ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ തിരക്കിലാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊരു കാര്യം പറയുകയാണ്, ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ആഘോഷിക്കണം. അക്കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സാൻഡ്വിച്ച് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സബോളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് വേണ്ടത്. അത് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച ചിക്കനാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മയണൈസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചിക്കൻ നിങ്ങൾക്ക് ഓൾറെഡി പീസസ് ആക്കി വേണമെങ്കിലും വേവിക്കാം, അല്ലാണ്ട് വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയാലും മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പം സൂക്ഷിക്കണം, കാരണം ഓൾറെഡി നമ്മൾ മയണൈസിൽ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്. പിന്നെ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മയണൈസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനും മയണൈസും ഉള്ളിയും തക്കാളിയും കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയാണ് ആവശ്യം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പാലൊന്നും ആവശ്യമില്ല, ഞാനൊരു 1/4 കപ്പ് പാലോളം എടുത്തിട്ടുള്ളൂ, ബാക്കി ഇത്ര അധികം ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ മുട്ടയും പാലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വളരെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തികച്ച ഓപ്ഷനിലാണ്. അപ്പോൾ ഇത്രയും പഞ്ചസാര മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്താണ് നമ്മൾ നമ്മുടെ ബ്രെഡ് മുക്കി പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ള ബ്രെഡും കൂടെ എടുത്ത് വെക്കുക. ഇതിൻ്റെ സൈഡ്സ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല, ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ പാനിലേക്ക് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം, അല്ലെങ്കിൽ ബട്ടർ വേഗം തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ബട്ടർ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബ്രെഡ് നമ്മുടെ മിക്സിലോട്ട് മുക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോ ബ്രെഡായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സമയം 2 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഇതിൽ അത്രേ സൗകര്യമുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരുപാട് നേരം മിക്സിയിൽ മുക്കി വെക്കരുത്, കാരണം വേഗം പൊടിഞ്ഞു പോകും. അപ്പോൾ 2 സൈഡും നമുക്ക് നല്ല രീതിയിൽ മുരിച്ചെടുക്കണം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്, വേഗം കളർ ചേഞ്ച് ആയി പോവും. അപ്പോൾ നമ്മൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ലൊരു ലൈറ്റ് കളർ ബ്രൗൺ ആയിട്ട് എടുക്കണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതുപോലെ 2 സൈഡും തിരിച്ചൊക്കെ ഇട്ട് രണ്ടും അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അത്രയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ചില്ലി ടൊമാറ്റോ സോസാണ് താല്പര്യമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എക്സ്ട്രാ കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മയണൈസിലും കുരുമുളക് ഇട്ടിട്ടുണ്ട്, നമ്മളുടെ ചിക്കനിലും കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ആകുമ്പോൾ ഒരുപാട് എരിവൊന്നും അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം കുരുമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ലൊരു ഫില്ലിങ്ങും കൂടാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, മാത്രമല്ല നമുക്കും നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഫില്ലിങ്സ് എല്ലാം വെച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടോട് തന്നെ കഴിക്കാനാണ് ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി സാൻഡ്വിച്ചാണ്. തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക്
അവർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായി കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.